പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം. ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങളുടെ മനസ്സിന് ശക്തിയുണ്ട്. ആ ശക്തിയുടെ പാരമ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ. സൂര്യൻ ഉണരും മുമ്പേ സൂര്യനെ കാണാൻ കണ്ണുകൾ വിടർത്തുക. പ്രഭാതത്തിൽ സൂര്യൻ നിങ്ങളെ തേടി വരികയല്ല, നമ്മൾ സൂര്യനെ തേടി പോവുക. ഊർജത്തെ തേടി പോകുന്നിടത്താണ് ശക്തി എത്തുന്നത്. 2, നിങ്ങളുടെ ശരീരം പ്രഭാതമെത്തുന്നതിന് മുമ്പേ വെള്ളത്തെ പ്രണയിക്കട്ടെ. നന്നായി പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് കുളിക്കാൻ ആഗ്രഹിക്കുക. അത് പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി, മുറ്റത്താണെങ്കിൽ നല്ലത്, കിണറ്റിൽ നിന്ന് കോരി കുളിക്കുന്ന വെള്ളമാണെങ്കിൽ അതിനേക്കാൾ നല്ലത്. കാരണം പ്രകൃതിയോട് നമ്മൾ അനുരൂപപ്പെടും. പഠിക്കുന്ന മുറിയിൽ ജനലും കതകും തുറന്നിട്ട് ശുദ്ധവായു അകത്തേക്കെടുക്കുക. ഈ ശുദ്ധവായു നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് പ്രചോദിപ്പിക്കും. ചെറുപ്പത്തിലേക്ക് പോകാൻ, ബാല്യത്തിലേക്ക് പോകാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനിയും അടുത്തത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്നും എടുക്കുക, അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക. ഈ കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ ബാഗിലോ സൂക്ഷിച്ചിട്ട് ഓരോ മണിക്കൂറിലും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴോ അല്ലെങ്കിൽ വൈകിട്ട് എവിടെയായാലോ ഈ കുറിപ്പെടുത്ത് നോക്കുക, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല. ചെയ്യാത്തത് നാളത്തെ കുറിപ്പിലേക്ക് മാറ്റി എഴുതുക. കുറിപ്പ് ഒരിക്കലും കളയരുത്. ഈ കുറിപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൊണ്ടുവന്ന് ഒരു കമ്പിയിൽ കുത്തി വെക്കുക, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുക. 1 മാസത്തിന് ശേഷം ചെയ്ത കാര്യങ്ങളെ എല്ലാം കൂടെ സ്വരുക്കൂട്ടി അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതി വെക്കുക. അത് നിങ്ങളുടെ തന്നെ ക്രിയേഷനാണ്. ആ ക്രിയേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, മൂത്തവർ ചൊല്ലും മുറുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പിന്നെ അടുത്തത്, നിങ്ങളുടെ മാസാവസാനം എഴുതി വെക്കുന്ന ലേഖനങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു 12 ലേഖനങ്ങൾ കിട്ടും എന്നത് ഓർത്തിരിക്കുക. ഈ ലേഖനങ്ങൾക്കെല്ലാം പല ശീർഷകം ഉണ്ടായിരുന്നു. കാരണം കണക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ശീർഷകം ഉണ്ടാകും. ആ തലക്കെട്ടിൽ കണക്കിനെക്കുറിച്ച് എഴുതുക, ആ തലക്കെട്ടിൽ സയൻസിനെക്കുറിച്ച് എഴുതുക, ആ തലക്കെട്ടിൽ മലയാളത്തെക്കുറിച്ച് എഴുതുക, ഭാഷയെക്കുറിച്ച് എഴുതുക. അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന ലേഖനങ്ങൾ, ഒരു ലേഖനത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ ശീർഷകങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി നോക്കുക, ഈ ലോകത്തെ കീഴടക്കാൻ എന്ന് വെച്ചാൽ, ലോകത്തെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ അറിയപ്പെടുക എന്നല്ല, കീഴടക്കുക എന്നല്ല. നിങ്ങൾ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശസ്തിക്ക് മാത്രമല്ല, ലോകം വളരാൻ വേണ്ടിയാണ് പ്രശസ്തി. നമ്മൾ ഇന്നലെ സീ പ്ലെയിനെ കണ്ടു. അത് 2013 കാലഘട്ടങ്ങളിലൂടെ എത്തിയതാണ്. അത് ഏത് രാഷ്ട്രീയക്കാരും കൊണ്ടൊന്നുമല്ല. പക്ഷേ ഇന്ന് കടലിൽ അല്ലെങ്കിൽ നമ്മുടെ തടാകങ്ങളിൽ ഇറങ്ങാൻ പ്ലെയിനിന് സാധിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സഹോദരന്മാരെ പറക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ പേപ്പട്ടിയെ കാണുമ്പോൾ ലൂയി പാസ്റ്ററെ ഓർക്കും, ബൾബ് കാണുമ്പോൾ തോമസ് ആൽവാ എഡിസനെ കിടും, ഗുരുത്വാകർഷണ ബലം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മേളിൽ നിന്ന് ചാടി ആരും താഴോട്ടേ വരത്തുള്ളൂ, അല്ലാതെ മുകളിലോട്ട് പോകാറില്ല. ഗുരുത്വാകർഷണ ബലം പണ്ടും ഉണ്ടായിരുന്നു, കണ്ടുപിടിക്കുന്നതിനും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടുപിടിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുന്നു. വാൽകൃഷ്ണൻ പറയാം. ഈ വാൽകൃഷ്ണൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു അടുപ്പിൻ്റെ അടുത്ത് പോയിരുന്ന് ചൂട് കിട്ടത്തില്ല. അപ്പോൾ എന്ത് വേണം? അടുപ്പ് കത്തിക്കണം, വിറകടുക്കണം. അപ്പോൾ വിറകടുക്കി അടുപ്പ് കത്തിച്ചാൽ മാത്രമേ ചൂട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളാകുന്ന ആൾക്ക് കരിന്തിരി കെടാത്ത വിളക്കിൽ എണ്ണ ഒഴിക്കണം. നമ്മളൊക്കെ കനലാവാൻ സാധ്യതയുള്ളവരാണ്. അപ്പോൾ കനലാകണമെങ്കിൽ നമ്മൾ കത്തിക്കപ്പെടണം. അപ്പോൾ കത്തിക്കുക, ഒരുപാട് മുകളിലേക്ക് ഉയർന്നു വരിക. ചെറിയൊരു കാര്യം കൂടെ പറയാം. ഇന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് പക്ഷികൾ എത്തുന്നുണ്ടെങ്കിൽ പക്ഷികൾക്ക് അല്പം അരിയോ മറ്റോ ഒക്കെ, ചോറ് അങ്ങനെ കഴിക്കത്തില്ല പക്ഷി വലുതായിട്ട്. ഇച്ചിരി അരി വാരിയിട്ടേക്കുക, ഇച്ചിരി തേങ്ങാപ്പീരി ഇട്ടേക്കുക, കഴിച്ചോട്ടെ. കാരണം ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഒരല്പം പക്ഷിക്ക് വെള്ളം കൊടുക്കാൻ, ഒരല്പം പക്ഷികളെ സ്നേഹിക്കാൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യം. പ്രത്യേകിച്ച് കാക്ക, നിങ്ങൾ പോലും കാണാത്ത എന്തെല്ലാം അത് വൃത്തിയാക്കി തരുന്നറിയാവും. അപ്പോൾ നമ്മുടെ എല്ലാ നല്ല ദിവസവും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി അല്പം കുതിക്കുന്നത്, അല്പം കുനിയുന്നത് നല്ലതാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ആളാരായിരുന്നു? ഏറ്റവും വേഗത്തിലോടുന്ന ജമൈക്കയുടെ അദ്ദേഹം എല്ലാ ആളുകളും ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് കഴിഞ്ഞുള്ളൂ കുനിഞ്ഞിടത്താണ് ഓടാൻ സാധിക്കുന്നത്. കുറേ നാൾ കുനിഞ്ഞ് നിന്നാൽ ഒരുപാട് പൂത്ത് നിൽക്കാൻ സാധിക്കും. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.